എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു കാർ എഴുന്നള്ളുന്നു. അല്ല, ഇതെന്ത് പറ്റി ചിന്നുമോളെ? ചിന്നു, 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 ഇവിടെ വാ. നീ അവിടെ എന്തിനു പോവാ? ഇവിടെ വാ. ചിന്നു, ഇവിടെ വരാൻ. എടി ഇവിടെ വരാനാ പറഞ്ഞ. ചിന്നു, എടി ചിന്നു. എന്ത് പറ്റി ചേട്ടാ? ചേട്ടൻ ആരെയാ അന്വേഷിക്കുന്നത്? ജേട്ടൻ എന്ത് പറ്റി? എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. കുറുമ്പായിരുന്നല്ലേ? മനുഷ്യൻ പേടിച്ചുവല്ലോ. ഫോൺ 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 ഫോൺ. ഹലോ, ഏത് നമ്പറാ വേണ്ടേ? 4444 ഒന്ന് പൊക്കി പിടിക്കൂ മോളെ. ഇവിടുത്തെ നമ്പർ എത്രയാ? 4444. അതെ, ഇത് 4444 അല്ല, 4444. രണ്ടും ഒന്ന് തന്നെയാണോ? എന്തോന്ന്? ചെമ്മീനും മാങ്ങയും മാങ്ങയും ചെമ്മീനോ? താനാരാതെ പറയാൻ പോറോ തേങ്ങ അവിടെ വല്ലപ്പം. നീ എന്നെ പഠിപ്പിക്കണ്ട. വിദ്യാധര മാഷ വിദ്യ പഠിപ്പിക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നത് പഠിച്ചാൽ മതി. പഠിച്ചോ. അങ്ങനെ നീ ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചാൽ ശരിയാവില്ല. നമുക്ക് മലയാളം പഠിക്കാം. കുരുവിയും കുട്ടിയും. കുരുവി കുരുവി നീലപ്പോൺ. കുരുവി കുരുവി നീലക്കുരുവി. കുട്ടി ക്ലാസ്സിലേക്ക് കൊണ്ടിരിക്കുള്ളൂ. ചെല്ലു മോളെ, പഠിച്ചു മിടുക്കിയാകണ്ടേ. ഇതാ അപ്പൊ ഞാൻ വരട്ടെ സിസ്റ്റർ. ടീച്ചർ, പുതിയ അഡ്മിഷൻ.
മോളുടെ പേരെന്താ? ഉണ്ണിമോൾ. മോൾ അവിടെ ഇരിക്കൂ. ഇതിങ്ങി തരൂ. അയ്യോ, രണ്ടു കുട്ടികളും ഒരുപോലെ ഇരിക്കുന്നു. Petake. Baker's man. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? എന്താ മോളെ? എന്റെ ക്ലാസ്സിൽ എന്നെ പോലെ തന്നെ ഒരു കുട്ടി വന്നിരിക്കുന്നു. ഒരു മാറ്റമില്ല. ഉണ്ണി എന്നാ പേര്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളെ തന്നെ എല്ലാരും നോക്കുന്നത്. ഞാൻ മായാന്റെ പറഞ്ഞിട്ട് വരാം. ചിന്നു, കാപ്പി കുടിച്ചിട്ട് പോ മോളെ. ആന്റി, എന്റെ ക്ലാസ്സിൽ എന്നെ പോലെ ഒരു കുട്ടി വന്നിരിക്കുന്നു. അതെയോ? കണ്ണും മൂക്കും മുടിയും എല്ലാം എന്നെ പോലെ തന്നെ. കണ്ണാടി ഇല്ലെന്നേ ഉള്ളൂ. ആ കുട്ടി ആന്റിക്കൊന്ന് കാണുമല്ലോ, ഒന്ന് കാണിച്ചു തരൂ. ആ, നാളെ ഞാൻ വിളിച്ചു നോക്കാം. ആ കുട്ടി വന്നാ കാണിച്ചു തരാം. ഹായ്, ദേ ഉണ്ണി. ആന്റിയുടെ വീട്ടിലെങ്ങനെ ഉണ്ണി വന്നത്? ഉണ്ണിമോളെ, ആന്റി ആരാ? ആന്റിയുടെ അങ്കിളുടെ മോളാണോ? ഉണ്ണി എവിടെ താമസിക്കുന്നേ? ഉണ്ണിമോള് ആന്റിയുടെ കൂടെയാ താമസിക്കുന്നത്. എന്റെ കർത്താവേ, ഞാൻ എന്തായി കാണുന്നത്? രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ. ലോകം അവസാനിക്കാറായെന്നാ തോന്നുന്നത്. കാണാത്തതൊക്കെ കണ്ടു തുടങ്ങി. ആന്റി, ഉണ്ണിയെ ഞാൻ ഡാഡി സന്ധ്യ ആന്റി കാണിച്ചിട്ട് കൊണ്ടുവരാം. വേണ്ട മോളെ. മോളെ, വേഗം അയക്കണേ. ഇപ്പൊ എത്തിക്കാം. ആന്റി, ഇതാണ് ഞമ്മനെ പൊട്ടി ഉണ്ണിമോൾ. ഇതാരാണെന്നറിയോ? എന്റെ ആന്റിയാ. ഡാഡി, ദേ നോക്കിയേ, എന്നെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ ഡാഡി? ഇതാണ് എന്റെ ഡാഡി. ഉണ്ണിയുടെ ഡാഡി എവിടെയാ? ഫോറിനിലാണോ? ഉണ്ണിയുടെ ഡാഡി എന്റെ ഡാഡി പോലെയാണ് ഇരിക്കുന്നത്. ഈ ഉണ്ണി എന്താ ഒന്നും മിണ്ടാത്തത്? ദേ, മിണ്ടാതിരുന്നാലുണ്ടല്ലോ ഊമയായി പോവും. ഉണ്ണിമോൾ പോവാണോ? മോളിങ് വാ.
ദാ, മോളെടുത്തോ. ഉണ്ണിയുടെ ഡാഡി എന്റെ ഡാഡി പോലെയാണോ? ഹലോ, ഞാൻ ജയദേവനാണ്. എനിക്ക് മായയോടൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. ഉണ്ണിമോള്... ഹലോ ഹലോ തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും വെള്ളം മോന്തും കൂകിപ്പായും തീവണ്ടി മാഷേ, എന്തോ ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? കുട്ടികൾക്ക് സംഗീതാത്മകമായിട്ട് പറഞ്ഞു കൊടുത്താലേ മനസ്സിൽ പതിയൂ, അതായത് ഹൃദയസ്ഥമാകൂ. ഡാഡി, ഈ മാസ്റ്റർ വന്നപ്പോ മുതലേ ഈ പാട്ടും പാടിക്കൊണ്ടിരിക്ക, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അയ്യോ. പിന്നെ മാഷേ, ഈ സംഗീതാത്മകമായി പറഞ്ഞു കൊടുക്കണ്ട, അതായത് അങ്ങനെ ഹൃദയസ്ഥമാക്കണ്ടെന്ന് അർത്ഥം. ഓ, നേരെ പഠിപ്പിച്ചാൽ മതി. ഓ, ഉവ്വ. ഉവ്വ. ഉവ്വ, ഉവ്വ. എന്നാ പഠിച്ചോ. കൂകൂ കൂകൂ തീവണ്ടി, കൂക്കൂ കൂക്കൂ തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. വെള്ളം മോന്തും തീവണ്ടി. അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ഇനിയും പറയും മാസ്റ്റർ. എനിക്കിപ്പോ സൗകര്യമില്ല പഠിപ്പിക്കാൻ. പറയും മാസ്റ്റർ. എന്താ വിളിച്ചത്? ഇരിക്കൂ. ഇന്ന് രാവിലെ ദാമോദർ സാർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകന് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഒരു വീട് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ദാമോദർ സാർ അന്ന് വീട് തന്നപ്പോ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. പിന്നെ എനിക്കും ആ വീട് മാറിയേ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഞാൻ അന്വേഷിക്കാം. വാടക അല്പം കൂടിയാലും തിരക്കേടില്ല. ശരി. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. അവർ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോകാമെന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. അതിന് എത്രയും വേഗം ഏർപ്പാട് ചെയ്യണം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഉടനെ ഏർപ്പാട് ചെയ്യാം സാർ. ഹലോ, മായല്ലേ? ഞാൻ ജയദേവൻ. ലേബർ കമ്മീഷണർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. സമരം ഒത്തീർപ്പായി. അവര് കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോയിക്കൊള്ളാമെന്ന് സമ്മതിച്ചു.
മായയുടെ സഹകരണത്തിന് നന്ദി. അകത്തുണ്ട്. ഓശാന ഈ ചെടികൾക്കെല്ലാം ഓശാന.